ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അതായത് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എല്ലാ ദിവസവും അതേപോലെ പ്രൊഡക്റ്റീവായിട്ട് പോകുന്ന ഒരാളായിരിക്കും, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളും എൻ്റെ ലൈഫിലുണ്ട്. ഇത് ഞാൻ മുമ്പത്തെ വ്ളോഗ്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റാത്ത ഒരു ദിവസം, ഒരു വീക്കെൻഡോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ വളരെ നോർമലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് മൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണത്തിന് പോയതും വന്നതും ഒക്കെ. അപ്പോൾ അന്ന് നമ്മൾ സൺഡേ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസമാണ്. ലീവ് എടുക്കാനും പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2 ലീവ് അതിന് മുമ്പത്തെ ദിവസം പനിയായിരുന്നുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ മൺഡേയിലും കൂടെ ഒരു ലീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ പോയപ്പോൾ തന്നെ അവിടെ ചെന്നിട്ട് തന്നെ എനിക്ക് ആകെ ഈ 2-3 ദിവസത്തെ ഉറക്കം നിൽക്കലും അതേപോലെ യാത്രയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കോളേജ് ഞാൻ പറഞ്ഞല്ലോ 2:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എൻട്രിയുടെ ഒരു ക്ലാസ് അത്യാവശ്യമായിട്ട് എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് എപ്പോഴും ക്ലാസ് എടുക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ വന്ന സമയത്ത് വാവ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഉറങ്ങുന്ന നേരത്തെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ പിന്നെ അവൻ എണീറ്റ സമയത്ത് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം, നേരത്തെ കിടക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഉറങ്ങുന്ന സമയം നോക്കി ഞാൻ അപ്പം തന്നെ കയറി. വന്ന ഉടനെ ചായ പോലും കുടിച്ചില്ല ആക്ച്വലി. നേരെ കയറി ക്ലാസ് എടുത്തു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി അമ്മയപ്പോൾ ചായയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ അവന് വൈകുന്നേരം ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാറുണ്ട്, അത് കൊടുത്തു. അവനെ മേലൊക്കെ കഴിപ്പിച്ചിട്ട് പിന്നെ അവൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ വിചാരിക്കും അവനെ ഇതേപോലെ കുറച്ച് നേരം അവൻ്റെ കൂടെ വെളിയിലൂടെയൊക്കെ ഒന്ന് നടക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ പലപ്പോഴും ഞാൻ കോളേജിൽ നിന്ന് വന്ന് പിന്നെ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് അവൻ അത് പറ്റാറില്ല. പിന്നെ വൈകുന്നേരം അവൻ ഉറങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ കുറച്ച് സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നും പക്ഷെ ഞാൻ കുറച്ച് ടൈം എപ്പോഴും അവന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം മാറ്റി വെച്ചിട്ട് അവനുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഓരോന്ന് കളിച്ചും ഓരോന്നൊക്കെ പറഞ്ഞും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഇപ്പോൾ അവിടുത്തെ വീട്ടിലാവുമ്പോഴും ഇവിടുത്തെ വീട്ടിലാവുമ്പോഴും കൂടുതൽ സമയം അത് റൂമിൽ വെച്ചിട്ടായിരിക്കും. കാരണം എനിക്ക് അങ്ങനെ ഒരു സമയം കിട്ടുന്നത് കൂടുതൽ രാത്രിയിലായിരിക്കും. അപ്പോൾ നമ്മൾ റൂമിൽ വെച്ചിട്ടായിരിക്കും. പക്ഷേ പകൽ സമയം കിട്ടുമ്പോൾ സാറ്റർഡേ സൺഡേ ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. മുറ്റത്തൂടെയൊക്കെ അവനെ കൊണ്ടുനടന്ന് ഇപ്പം നടക്കൂലോ ആൾ. അപ്പോൾ അങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇന്നെന്തായാലും അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെളിയിലൂടെ ആളെയായിട്ട് നടക്കുകയാണ്. ഇപ്പം ചെരുപ്പൊക്കെ ഇട്ട് നടക്കും. ചെരുപ്പ് കാണുമ്പോഴേ നമ്മളെ കൈ ചൂണ്ടി കാണിക്കും. അതായത് ആ ചെരുപ്പ് എടുത്തുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാൻ എനിക്ക് പ്ലാനില്ല. നാളെ കോളേജിലേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. അതേപോലെ തന്നെ എൻ്റെ റിംഗ് ലൈറ്റിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഏട്ടനൊന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 റിംഗ് ലൈറ്റോളം റിംഗ് ലൈറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ അല്ല, ഈ റീസെൻ്റ് ആയിട്ടല്ല, കുറേ നാളുകളായിട്ട് നമ്മൾ എൻട്രിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഓരോന്നിനും ഇങ്ങനെ ലൈറ്റിൽ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. പക്ഷേ ഏട്ടനാണ് എപ്പോഴും അത് ഫിക്സ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ റിംഗ് ലൈറ്റിനും ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കും വീഡിയോയിൽ. അപ്പോൾ ഏട്ടനതെല്ലാം സെറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മേക്കപ്പ് സെറ്റൊക്കെ വെക്കുന്ന ആ ഒരു സ്പേസ് വീണ്ടും ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു. കാരണം ഇപ്പോൾ കുറേ നാളല്ല, ഒരു മാസമായി എന്ന് തോന്നുന്നു അവിടെ ഒന്ന് റെഡിയാക്കിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിയറാക്കി. ആ ഒരു കാര്യം കൂടെ അന്ന് ചെയ്തുള്ളൂ കേട്ടോ. അപ്പം അത് ക്ലിയർ ആക്കണുണ്ടപ്പോൾ ഏട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഇത് തന്നെയാണോ പണി? കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാനിത് റെഡിയാക്കുന്നത് കാണാറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അത് റെഡിയാക്കിയില്ലെങ്കിൽ എനിക്ക് അത് കാണുമ്പോഴത്തേക്കും ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു, നേരെ കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് ഒരു വളരെ ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു.